ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നൊരു സാറ്റർഡേ ആണ്. രാവിലെ ആസ് യൂഷ്വൽ 8:30 യോഗ ഉണ്ടായിരുന്നപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്ന് മോഡോ യോഗയായിരുന്നു. അപ്പോൾ യോഗയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിലെത്തി. ഇന്നൊരു മഴയുള്ള ദിവസമായിരുന്നു. ഹ്യൂഗോയ്ക്കാണെങ്കിൽ റെയിൻ കോട്ടും ഇല്ല. പുറത്ത് പോയി ഒന്ന് വാക്കിന് നോക്കിയാലോ എന്ന് വിചാരിച്ചു. ഞാനും ഹ്യൂഗോയും കൂടെ വന്ന ഉടനെ തന്നെ പുറത്തോട്ട് പോകാനായിട്ട് പോയി. സോറി, യോഗ 9:30 വരെ ആയിരുന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ 9:45 10 ആകാറായി. പക്ഷേ ഞങ്ങൾ കുറേ നോക്കി. അവനെ പുറത്ത് പോകുമ്പോഴത്തേനും കുട ഭയങ്കര പേടിയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ചൊക്കെ കുടയും കൊണ്ട് നടന്നു. കുട വരുമ്പോഴത്തേനും ചേട്ടൻ അപ്പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കുട ഹ്യൂഗോയ്ക്ക് ഭയങ്കര പേടി. ഞങ്ങൾ കുറച്ച് ട്രൈ ചെയ്തു. കുറച്ചൊക്കെ ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നു. പക്ഷേ ഇപ്പോൾ ഈ 2-3 ഡേയ്സ് ആയിട്ട് നല്ല മഴയാണ്. കേരളത്തിലെ പോലെ മഴയായിട്ട് കൊണ്ടിരിക്കുകയാണ് ഇവിടെ. പിന്നെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. 10:30 ആയി. ഉണ്ടാക്കിയപ്പോഴത്തേനും സേമിയ ഉപ്മാവും പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും പിന്നെ ജിഞ്ചറിൻ്റെ ഒരു പിക്കിളുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ജിഞ്ചറിൻ്റെ ഈസ്റ്റേണിൻ്റെ പിക്കിളാണ് കേട്ടോ. ഈ പിക്കിളാണ്. പിന്നെ കുറച്ച് തൈരും കൂടെ ആയിട്ട് കഴിച്ചു. സേമിയയുടെ കൂടെ കുറച്ച് റവ എങ്ങാണ്ട് ബാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ റവയും കൂടെ മിക്സ്ഡ് ആക്കി. വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ റവ. പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ പുലാവ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പനീർ കറി ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഹ്യൂഗോ ബേബിയുടെ ഫുഡാണ്. അവന് ഇച്ചിരി ചിക്കൻ ഫ്രൈഡ് റൈസ് പോലെയൊക്കെ ആയിട്ട് ഉപ്പും ഇല്ലാതെയൊക്കെ ആയിട്ട് ഉണ്ടാക്കി. പിന്നെ ഞാൻ കുളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ആശ്വാസമായി. ബിക്കോസ് യോഗയൊക്കെ ചെയ്ത് വന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ലേറ്റ് ആയില്ലേ. പിന്നെ ഹ്യൂഗോനെ കൊണ്ട് കുറച്ച് വാക്ക് ചെയ്യാൻ പോയി. അങ്ങനെ കുറച്ച് ധൃതിയായിപ്പോയി. അത് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഹ്യൂഗോയും കുറച്ച് റീൽസ് ഒക്കെ എടുത്താലോ എന്ന് വിചാരിച്ച് കുറച്ച് ഫ്ലോപ്പായിപ്പോയി. ഞാൻ വിചാരിച്ച ഐഡിയ ഒന്നും നടന്നില്ല. പിന്നെ ഇന്ന് രാവിലെ എന്തായിരുന്നു, കുക്കിങ്ങിൽ തന്നെയായിരുന്നു ബിസി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ലഞ്ചും എല്ലാം ഒക്കെ ഉണ്ടാക്കി. പിന്നെ അതൊക്കെ കഴിച്ചു. കുറച്ചൊക്കെ വ്ലോഗ് കണ്ടു. പിന്നെ ഇന്ന് വേറെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇച്ചിരി കൊഴുക്കട്ട, ഇന്നലെ ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇന്നും കൂടെ കൊഴുക്കട്ട ഉണ്ടാക്കാമോ എന്നൊരു റിക്വസ്റ്റ് കിട്ടിയത് കാരണം ഇന്നും കൂടെ കൊഴുക്കട്ട ഉണ്ടാക്കി. സോ അതിനുവേണ്ടി ഞാൻ ഇടിയപ്പത്തിൻ്റെ മാവ് പൊടി വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബ്രാഹ്മിൻസിൻ്റെ പൊടി വെച്ചിട്ടാണ് യൂസ് ചെയ്തത്. സോ ആദ്യം കുറച്ച് പൊടിയൊക്കെ വറുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളത്തിനകത്ത് ഇത്തിരി ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് അത് ബോയിൽ ചെയ്യിപ്പിച്ചിട്ട് ആ പൊടി അതിനകത്തോട്ട് ഒഴിച്ചു. പിന്നെ ഇന്നത്തെ കൊഴുക്കട്ടയെക്കാട്ടും ടേസ്റ്റും പുറത്തെ ഇതിന് നല്ല കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരുന്നു. പക്ഷേ എന്തോ ഒത്തിരി ഒരു വെള്ളത്തിൻ്റെ എന്തോ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് കൂടി. പക്ഷേ ഇന്നലെ ഞാൻ ഇടിയപ്പത്തിൻ്റെ മാവ് വന്നിട്ട് ബാക്കി വെച്ചിട്ടായിരുന്നു കൊഴുക്കട്ട ഉണ്ടാക്കിയത്. ഇന്നലെ കുറച്ചുകൂടെ മധുരം ഉണ്ടായിരുന്നു. ഇന്നലത്തെ ആയിരുന്നു കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പം മാവെല്ലാം കുഴച്ച് കഴിഞ്ഞു. പിന്നെ ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ശർക്കരയും തേങ്ങയും ഏലക്കയും എല്ലാം കൂടെ ഇട്ടിട്ട് അതിൻ്റെ ഫില്ലിങ് വേണം. അതിന് വേണ്ടിയിട്ട് ഈ ശർക്കരപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഏലക്ക ഉണ്ടായിരുന്നു, ഏലക്ക പൊടിച്ചു കഴിഞ്ഞു. പിന്നെ ഇച്ചിരി വെള്ളവും ശർക്കരയും ഏലക്കാപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് തിളപ്പിച്ചു. പിന്നെ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് തേങ്ങയൊക്കെ ഇട്ടു. തേങ്ങയൊക്കെ ഇട്ടിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ വെള്ളം പോകുന്നിടം വരെ, എനിക്കറിയില്ല, ഞാൻ എൻ്റെ രീതിയിലാട്ടോ ഉണ്ടാക്കുന്നത്. അത് വറുത്തിട്ട് ആ വെള്ളം കുറച്ച് പോകുന്നിടം വരെ കുറച്ചുകൂടെ ഇങ്ങനെ വറുത്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് ചായയുടെ കൂടെ കഴിച്ചു. ഞാൻ ഒരെണ്ണം കേട്ടോ കഴിച്ചേ. ഇന്നലെയും ഒരെണ്ണം കേട്ടോ കഴിച്ചേ. എനിക്ക് ഒരുപാട് മധുരമായിട്ട് തോന്നുന്നതുകൊണ്ട് ഞാൻ അധികം ഒന്നും കഴിക്കാറില്ല. സ്റ്റിൽ മഴയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് 7 മണിക്ക് നല്ല മഴയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സോഫ ക്ലീൻ ചെയ്യുന്ന സാധനം. സോഫ ക്ലീൻ ചെയ്യുന്നതിന് ഇതിനകത്തൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ആ താഴത്തെ സാധനമാണ് സോഫ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. അല്ലെങ്കിൽ താഴെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വേറെ 2 ഉണ്ട്. കാർപ്പറ്റിലും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഡൈസൻ്റെ വാക്വം അടിപൊളിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഹ്യൂഗോയും കൂടെ ഉള്ള സമയത്ത് വാക്വം ഭയങ്കര അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് അടുത്തൊരു അജണ്ട എന്ന് പറഞ്ഞത് നമ്മുടെ പൂജാ സ്റ്റാൻഡ് ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. ബിക്കോസ് നമ്മൾ കർപ്പൂരവും പിന്നെ ഇതൊക്കെ കത്തിക്കുമ്പോഴത്തേനും ആ പൂജാ സ്റ്റാൻഡിലൊക്കെ കറുത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പോഴത്തെ മുകളിലൊക്കെ ആ വുഡിൻ്റെ നമുക്ക് തുടയ്ക്കുമ്പോൾ നമുക്ക് അത് നന്നായിട്ട് അറിയാൻ പറ്റും. അടുത്ത ആഴ്ച വിഷുവിന് മുന്നേ പിന്നെയും ക്ലീൻ ചെയ്യണം, വിളക്കൊക്കെ തേച്ച് ചെയ്യണം. കണ്ടോ, ഈ കറുത്ത പാടുകളാണ് വരുന്നത്. ബിക്കോസ് കർപ്പൂരമൊക്കെ കത്തിക്കാറുണ്ട് അതുപോലെ തന്നെ. അപ്പോൾ അത് മുകളിലോട്ട് ഇങ്ങനെ വന്നാൽ ഇവിടെ തന്നെ ആ കറുത്ത പാട്, ആ പുകയുടെയൊക്കെ പാട് വരാറുണ്ട്. പൂജയൊക്കെ സ്റ്റാൻഡൊക്കെ ഒരുമാതിരി ക്ലീൻ ചെയ്തു. വിളക്കൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ച് കഴുകി. പക്ഷേ അടുത്ത ആഴ്ച കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണം. ബിക്കോസ് വിഷു ആവാറായില്ലേ. അപ്പോൾ അടുത്ത സാറ്റർഡേ സൺഡേ നന്നായിട്ട് പൂജ സ്റ്റാൻഡ് ഒന്നുകൂടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിളക്കൊക്കെ തേച്ച് കഴുകണം. പിന്നെ അങ്ങനെ വിളക്ക് കത്തിച്ചു. ഇപ്പോൾ എത്ര മണിയായി? 6:30 6:45.
ഇങ്ങനെ സ്പ്രിങ്ങായി സമ്മറാകുമ്പോഴത്തേനും രാത്രി ഇരുട്ടുന്നതൊക്കെ ഒരുപാട് ലേറ്റായിട്ടായിരിക്കും. അത് സമ്മറിൻ്റെ ഏറ്റവും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള പാട്ട്. ചില സമയത്തൊക്കെ 10 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഇരുട്ടുന്നത്. അപ്പം നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ലോങ് ഡേ കിട്ടുമല്ലോ. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേനും ഞങ്ങൾ ചിലപ്പോൾ വൈകുന്നേരമൊക്കെ പോയാൽ രാത്രി വരെയൊക്കെ നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റും. അതാണ് സമ്മറിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമായിട്ടുള്ളത്. അതുപോലെ വിൻ്റർ കഴിഞ്ഞിട്ട് സമ്മർ വരുമ്പോഴത്തേനും നമ്മുടെയൊക്കെ ഒരു സന്തോഷമുണ്ടല്ലോ, ഓ അടിപൊളിയാണ്. നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, നമ്മുടെ കാനഡയിൽ, അതായത് ഞങ്ങൾ താമസിക്കുന്ന ഒണ്ടാരിയോയിൽ ഒരു ശ്രീകൃഷ്ണൻ്റെ, ഗുരുവായൂരപ്പൻ്റെ മലയാളി ടെമ്പിളുണ്ട്. ഞങ്ങൾ വന്ന സമയത്തൊക്കെ ആ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു കടയുടെ അകത്തായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് കുറേ നാൾ മുമ്പായില്ലേ, ഒരു 10 വർഷമൊക്കെ മുന്നേ ഒരു കടയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഉള്ള സമയത്താണ് അമ്പലത്തിൻ്റെ പണിയൊക്കെ നടന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിങ്ങനെ ഇഷ്ടികയിൽ ഇങ്ങനെ പേരൊക്കെ ഇങ്ങനെ നമ്മൾ പൂജിച്ചൊക്കെ ഇങ്ങനെ വെക്കില്ലായിരുന്നു, അതുപോലെയൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ തൊട്ട് എന്നുവെച്ചാൽ ഉണ്ടാക്കിയപ്പോൾ തൊട്ട് നമ്മൾ കണ്ടു വളർന്നതുകൊണ്ട് ഭയങ്കര രസമായിട്ടുള്ളൊരു അമ്പലമാണ്. ബ്രാംപ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അമ്പലം. ഗുരുവായൂരപ്പൻ ടെമ്പിൾ ബ്രാംപ്റ്റൺ എന്ന് അടിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൺലൈനായിട്ട്. നല്ലൊരു അമ്പലമാണ്. അവിടെ ഉത്സവം നടക്കാറുണ്ട്, വായന നടക്കാറുണ്ട്, പറ പോകാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ആറാട്ടൊക്കെ നടത്തുന്ന സമയത്ത്, ഞാൻ പണ്ട് പോയ സമയത്തൊക്കെ സ്വിമ്മിംഗ് പൂള് പോലെയൊക്കെ വെച്ചിട്ടാണ് അവിടെ ആറാട്ടൊക്കെ നടത്തുന്നത്. നല്ല രസമാണ്. നല്ല ഫുഡാട്ടോ അമ്പലത്തിലെ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം. നല്ലൊരു അമ്പലമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു, ബെഡ്ഷീറ്റും അതും ഇതുമൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാനത് ഡ്രയറിലേക്ക് ഇട്ടു. ഇവിടെ ഞങ്ങൾക്ക് ഡ്രയറും ഉണ്ട്, വാഷിംഗ് മെഷീനും ഉണ്ടല്ലോ. പിന്നെ ഒരു ഹെൽത്തി ബ്രൗണി ഉണ്ടാക്കണമെന്നുണ്ട്, സ്വീറ്റ് പൊട്ടറ്റോയും ചോക്ലേറ്റ് ചിപ്സും കൊക്കോ പൗഡറൊക്കെ ആയിട്ട്. അത് ഇന്ന് വേണോ നാളെ വേണോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇടുവാണെങ്കിൽ ഞാൻ റീൽ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കുട്ടി ഡേ ഇൻ മൈ ലൈഫ്, ഒരു സാറ്റർഡേ വ്ളോഗ്. അപ്പോൾ ഇനി കാണുന്നവിടം വരെ ഇറ്റ്സ് ബൈ ഫ്രം നിർമ്മല, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.